ചില കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ. സ്വകാര്യ ലോകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ TV സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. അപ്പൊ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ കുട്ടി എന്താകുന്നു? കുട്ടി തൻ്റെതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറുന്നു, കുട്ടിക്ക് വരുന്നു. അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ഡിജിറ്റൽ എഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. ഇതൊക്കെ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് നാം കാണേണ്ടത്. നമ്മളൊന്നിനും ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല. ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളത് അവതരിപ്പിക്കുക മാത്രമാണ്. വേറൊന്ന് ഇവിടെ ശരിയായ രൂപത്തിൽ പറയുകയുണ്ടായി, സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം. അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. പോലീസിന്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഏതോ ഒരു സിനിമയിൽ ഒരു നടൻ വന്നിട്ട് അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കണ്ടില്ല എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നർത്ഥം. ആ സിനിമ ഞാൻ കാണാൻ റെഡിയായിരുന്നു, ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ്. ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു, ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില. ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ എന്നൊരു നില, അത് ഒരു തരം ഹീറോ വർഷിപ്പ്. അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി. ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ. അപ്പോ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തരത്തിലാകുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതിലൊന്ന് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങൾ, രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ ധൂർത്ത്, അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി, സന്തോഷം എവിടെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണം എന്ന ചിന്ത കുട്ടിക്ക്. ഇതെല്ലാം പല കാരണങ്ങളാണ്. നമ്മുടെ ഈ ഇല്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ വളർന്നു വരുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് പോയല്ലോ. എല്ലാം പിടിച്ചടക്കണം, എല്ലാം കിട്ടണം, എല്ലാം തൻ്റെതാകണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ. ഇപ്പോ ഞാൻ പിന്നെ പഴയ കഥയിലേക്ക് പോകും. അപ്പൊ അതേ കഥയിലേക്ക് ഇപ്പൊ പോകുന്നില്ല, പോട്ടെ. അല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു 1-2 ഷർട്ടേ ഉണ്ടാവും. അപ്പോ അന്നത് വേറെ ഷർട്ട് വേണമെന്ന് തോന്നില്ലല്ലോ, മറ്റത് നല്ല തോന്നില്ലല്ലോ. അതിന്റെ ചില കഥകളുണ്ട്, ആ കഥകളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാല് പഠനം ജീവിതത്തിൽ ഭൗതിക നേട്ടത്തിനുള്ള ഒന്നായി മാത്രം കാണുന്നൊരു നിലയിലേക്ക് വരുന്നില്ലേ? അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ആദ്യം ഒരു മനുഷ്യനാവേണ്ടത് എന്താ? നല്ല മനുഷ്യനാണ്. ആ നല്ല മനുഷ്യനാവുക എന്നതിന്
ജീവിത മൂല്യങ്ങൾ, ആ മൂല്യസത്തകൾ നല്ല രീതിയിൽ കുട്ടിയിൽ പകരാൻ പറ്റണം. അതിനുതകുന്ന കവിതകള്, കഥകള്, സാഹിത്യകൃതികള് ഇതൊക്കെ സിലബസിന്റെ ഭാഗമാകണം. ഞാനടക്കം എല്ലാവരും സ്കിൽഡ് തൊഴിലാളിയെ പറ്റി പറയുന്നുണ്ട്, ആ സ്കിൽ വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ സ്കിൽഡ് മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാനാവണം. മനുഷ്യത്വം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പഴയ കാലത്ത് സ്കൂളുകളിൽ നല്ല ശബരിയാക്കാരന്റെ കഥ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ, ഇത് ശ്രീനാരായണ ഗുരുവിന്റെ കാവ്യശകലമാണ്, അത് പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കോപം കൊണ്ട് ശപിക്കരുതാരും, അങ്ങനെയെല്ലാമുള്ള കാവ്യശകലങ്ങൾ പാഠങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം നല്ലതുപോലെ ഊന്നൽ നൽകണം. നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാവണം എന്ന ഭാഗം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്നൊക്കെയുള്ള ഭാഗം